നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ, വോയിസ് ഓഫ് ജസ്റ്റിസിൻ്റെ ചെയർമാൻ, കൂടാതെ സിനിമ ആൻഡ് സീരിയൽ വ്യൂവേഴ്സ് അസോസിയേഷൻ്റെ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ പ്രസിഡൻ്റാണ്. സിനിമയിലെ പ്രധാന ഘടകം കാണികളാണ്. ആ സംഘടന അനിവാര്യമാണ്, ഇന്നൊവേറ്റബിൾ. ഇപ്പോൾ ഈ സംഘടന പേര് പറയാൻ കാരണം, ചില വനിത നടികൾ തമ്മിൽ വനിതയാണല്ലോ, ചില സിനിമാ നടികൾ വിവാഹം കഴിക്കേണ്ട ആവശ്യത്തിന് വേണ്ടി ഇസ്ലാം മതം സ്വീകരിക്കുകയും ഇസ്ലാം മതത്തിൻ്റെ ആദർശങ്ങളൊന്നും പഠിക്കാതെയും ഒരു പക്ഷേ ഇസ്ലാമിക ഡ്രസ്സ് മക്കന പോലെയുള്ള അല്ലെങ്കിൽ പർദ്ദ പോലെയൊക്കെ ഇട്ട് ചില സന്ദർഭങ്ങളെങ്കിലും ടി വിയിലോ അല്ലെങ്കിൽ ചാനലിലൊക്കെ വരാറുണ്ട്. എന്നിട്ട് അവർ പറയുന്നത് വ്യഭിചാരത്തെക്കുറിച്ചാണ്. എന്നെ ഇത്ര ആൾ വ്യഭിചരിച്ചു, ഇത്ര ആൾ ബലാത്സംഗം ചെയ്തു, മറ്റത് ഇത് ഇതാണ്. ദയവ് ചെയ്ത് ഇസ്ലാം മതത്തിൽ, ഞാൻ പറഞ്ഞില്ല, ഇസ്ലാം മതത്തെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കപ്പെടുകയോ അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കപ്പെടുത്തുകയോ ചെയ്തൊരു മതമാണ് ലോകത്ത്. അതിന് പല കാരണങ്ങളുണ്ട്, അതൊന്നും പറയാൻ സമയമില്ല. അപ്പോൾ ലോകത്ത് തന്നെ ഇസ്ലാം മതത്തിന് വളരെയധികം പോറലേൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ചില കൂത്തികൾ. അത് ഇന്ത്യയിലുണ്ട്, കേരളത്തിലുണ്ട്, എറണാകുളം വരെയുണ്ട്. അതെല്ലാം സഹിച്ചും പുറത്തും ഒതുങ്ങിക്കഴിയുന്നതാണ് ഈ സമൂഹം, മുസ്ലിം സമൂഹം. ഞാൻ മുസ്ലിം സമൂഹത്തിൽ രാഷ്ട്രീയക്കാരോ അല്ലെങ്കിൽ മറ്റു കുറിച്ചല്ല, സാധാരണക്കാർ. അവരെ നിങ്ങൾ വെറുതെ ബുദ്ധിമുട്ടിപ്പിക്കരുത്. നിങ്ങൾ വിവാഹം കഴിക്കൂ, മതം മാറുകയൊക്കെ ചെയ്യട്ടെ. ഇസ്ലാമിൽ ഇപ്പോൾ മതം മാറി എണ്ണം കൂട്ടിയിട്ട് ഒരു ആവശ്യം ഇന്ത്യയിലുമില്ല, ലോകത്തുമില്ല. ഇപ്പം തന്നെ 10-200 കോടികളുണ്ട്. ഇന്ത്യയിലുണ്ട് 10-30 കോടിയുണ്ട്. കേരളത്തിലുണ്ട് 1 കോടി 10 ലക്ഷം. എറണാകുളം ജില്ലയിൽ പോലും ഉണ്ട് 10-14 ലക്ഷമൊക്കെ. അപ്പോൾ എന്തിന് വെറുതെ ആവശ്യമില്ലാതെ മതം മാറിക്ക് ആവശ്യമാണെങ്കിൽ. പക്ഷെ മതത്തിൻ്റെ പേരും പറഞ്ഞ് മതം മാറി മുസ്ലിം പേരിട്ടുകൊണ്ട് എന്നെ ഇത്തരത്തെ ആൾക്കാർ ബലാത്സംഗം ചെയ്തു, ഞാൻ ഇന്നത്തെ ആൾ വ്യഭിചരിച്ചു എന്നൊക്കെ കണക്ക് പറയാൻ സ്റ്റേജിൽ വന്നാൽ ഞങ്ങൾ ഒരിക്കലും സമ്മതിക്കില്ല. ഇത് ഭീഷണിയൊന്നുമില്ല, റിക്വസ്റ്റാണ്. അത് ചില സന്ദർഭങ്ങൾ കാണുന്നുണ്ട്, ആൾ ചെയ്ത്, ഇയാൾ ചെയ്ത്, 10 ആൾ ചെയ്ത്, 100 ആൾ ചെയ്ത് എന്നൊക്കെ. ഒന്നാമത്തേൽ നമ്മുടെ ഈ ഗവൺമെൻറ്റും മിഷണറിയും സംവിധാനവും എന്തെങ്കിലും താത്വികമായിട്ടോ അടിസ്ഥാനപരമായിട്ടോ ചിന്താശക്തി ഉണ്ടെങ്കിൽ 20-30 വർഷം മുമ്പ് വ്യഭിചാരം ചെയ്തതിനെ ബലാത്സംഗം കഴിച്ച് ചിത്രീകരിച്ച് ആ കേസെടുക്കുകയും അതിനുവേണ്ടി കോടതി വാദിക്കുകയും കോടതി തീരുമാനമെടുക്കുകയും ചെയ്യുമ്പോൾ അത് അങ്ങേറ്റം അനീതിയാണ്. ഞങ്ങൾ ഒരു സ്ത്രീയെ എങ്ങനെ പല പ്രാവശ്യം ബലാത്സംഗം ചെയ്യും? ഒരു ബലാത്സംഗം ചെയ്യുമ്പോൾ തന്നെ അവൾക്ക് സമൂഹത്തിൽ പ്രതിഷേധിക്കാമല്ലോ, പരാതി കൊടുക്കാമല്ലോ. ഇത് എന്നെ 10 പ്രാവശ്യം ബലാത്സംഗം ചെയ്തതെന്ന് പറഞ്ഞാൽ പരാതി കോടതി ചെല്ലുമ്പോൾ കോടതി എന്താ ചെയ്യേണ്ടത്? ആ ഒറ്റ കാരണം കൊണ്ട് തന്നെ അത് തള്ളിക്കളയണം. എന്തുകൊണ്ടാണ്? ഞാൻ പറഞ്ഞ ഒരു സിനിമയുണ്ട്. ആ സിനിമയിൽ പ്രായം കൂടുതൽ വ്യത്യാസമുള്ള ഭർത്താവ് ഒരു പ്രായം കുറഞ്ഞ സ്ത്രീ വിവാഹം കഴിച്ച്, ഭർത്താവ് ആദ്യ ഭാര്യ കുട്ടികളുണ്ട്, ആദ്യ ഭാര്യയുള്ള കുട്ടികളായിട്ട് ടൂർ പോകുന്നു. 3 ദിവസം കഴിഞ്ഞ വരുന്നപ്പോൾ ഒരുത്തൻ അവളെ ബലാത്സംഗം ചെയ്തിട്ട് പരാതി വന്നു. അപ്പോൾ ആ ഭർത്താവ് ചോദിച്ചു, എൻ്റെ പൊന്ന് 2ാം ഭാര്യയെ, നീ കിടക്കുന്ന മുറിയുടെ സാക്ഷി കുറ്റി കൊളുത്ത് അകത്താണോ പുറത്താണോ? അതകത്താണ്. അപ്പോൾ നീ അറിയാതെ അവിടെ ആരും വരില്ലല്ലോ. അതുകൊണ്ട് നിൻ്റെ സാന്നിധ്യം അറിവോട് തന്നെ ആയിരിക്കും വന്നുകൊണ്ട് ഞാൻ ഒന്നും പറയാതെ നിനക്ക് ഇഷ്ടംപോലെ ചെയ്യാം, പോകാതിരിക്കും ചെയ്യാം എന്ന് പറഞ്ഞ പോലെ പല പ്രാവശ്യം എന്നെ ബലാത്സംഗം ചെയ്തുള്ള കേസുകൾ, 20 വർഷം മുമ്പുള്ള ബലാത്സംഗം ചെയ്ത കേസുകൾ എൻ്റെ ബാഗിൽ കൂടി ചണ്ടിയിൽ പിടിച്ചു. അതെന്തൊരു ബലാത്സംഗം? തന്നെയല്ല, പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടി, അവൾ ഒരു അന്യ പുരുഷൻ വിളിച്ചാൽ, ഒരു പരിചയമില്ലാത്ത പുരുഷൻ വിളിച്ചാൽ ഏകാന്തമായി ഇരിക്കുക റൂമിലേക്ക്, ലോഡ്ജ് മുറിയിലേക്ക് ഒറ്റയ്ക്ക് പോയി അവിടെ വെച്ച് ബലാത്സംഗം ചെയ്താൽ പരാതിപ്പെടുക. ബലാത്സംഗം ചെയ്താൽ പരാതിപ്പെടാൻ തെറ്റില്ല, അത് തെറ്റ് തന്നെയാണ്, 100% തെറ്റാണ്. പക്ഷേ സാധാരണ ഞാൻ പല പ്രാവശ്യം പറയും, ഇൻ്റർവ്യൂവിൽ വരുന്ന കുട്ടി അത് രജിസ്ട്രേഡ് സ്ഥാപനമാണ്, പരസ്യമായ സ്ഥാപനമാണ്, 4 പേര് അറിയുന്ന സ്ഥലമാണ്, തൊട്ടടുത്ത ഓഫീസുണ്ട്, മുറിയൊന്നുമില്ല, ഓഫീസ് റൂമാണല്ലോ. എങ്കിലും അവൾ വരുമ്പോൾ അവളൊരു കൂടി അച്ഛനെ, അമ്മയോ അല്ലെങ്കിൽ കൂട്ടുകാരിയെങ്കിലും കൊണ്ടുവരും. എന്നാണ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് പോകുന്നത്.
ഇതൊന്നുമില്ലാതെ ചെന്ന് കൂടെ കിടന്നു കൊടുത്തതിന് ശേഷം ആൾക്കാർ എത്ര കുടുംബങ്ങൾ, എത്ര ഇത്ര പേര് ഇനിയിപ്പോൾ ആത്മഹത്യ ചെയ്യും. കുടുംബം ഉപേക്ഷിച്ച് നാട്ടിൽ നിൽക്കാൻ വലിയ ആത്മഹത്യ വേറെ എന്താ വഴിയുള്ളത്? എന്താണ് നമ്മുടെ സർക്കാർ, എന്താണ് നമ്മുടെ കോടതി, എന്താണ് നമ്മുടെ പോലീസ് നീതിന്യായം കാണിക്കുന്നത്? സ്ത്രീകളോട് അവഗണന കാണിക്കാൻ നമ്മൾ ഒരിക്കലും പറയുന്നില്ല. സ്ത്രീകളോട് സഹതാപമാണ്, അർഹതപ്പെട്ടവരാണ്, അതിന് ഒരു സംശയമില്ല. ബലാത്സംഗം തൊട്ടാൽ ആക്രമിക്കുക ചെയ്താൽ അത് തെറ്റ് തന്നെയാണ്. പക്ഷെ അത് ആ സാഹചര്യത്തിൽ അന്നോ അല്ലെങ്കിൽ ഏതാണ്ട് ആ കുട്ടിക്ക് ബോധം ഇല്ലെങ്കിൽ ബോധം വരുന്നവരെയും വന്നതിന് ശേഷം പരാതിപ്പെടും. അത് ഒരാഴ്ച പിടിക്കാം. അല്ല 20-30 വർഷം മുമ്പ് നടന്ന ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു ഞങ്ങളുടെ അടുത്ത്. എന്താണ് മരിച്ചുപോയി എൻ്റെ സുഹൃത്ത്, ഞാൻ പറയാൻ സങ്കടമുണ്ട്. നമ്മുടെ സ്പീക്കറായിരുന്ന കാർത്തികൻ, അദ്ദേഹം മന്ത്രിയായി കഴിഞ്ഞപ്പോഴേ ഏതോ ഒരു നേഴ്സ് 25-30 വർഷം മുമ്പായിട്ട് എന്തോ കാമുകയാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്ത് കേസ് കൊടുത്തു. ആ ഒറ്റ കാരണം കൊണ്ട് അദ്ദേഹം ആഴ്ചത്താൻ മരിച്ചത്. രോഗം ഉണ്ടായിരുന്നു. രോഗം ഉണ്ടായപ്പോൾ ആ രോഗം പെട്ടെന്ന് മൂർച്ഛിക്കും. നമുക്ക് ആരോഗ്യം കുറഞ്ഞാൽ, മനസ്സിന് കട്ടി കുറഞ്ഞാൽ അറ്റാക്ക് ചെയ്യും കൂടുതൽ രോഗം. ഉമ്മൻചാണ്ടി സാർ അദ്ദേഹത്തെ കുറിച്ചും പറഞ്ഞില്ലേ, ആ ഒറ്റ കാരണം കൂടിയാണ് അദ്ദേഹത്തെ അസുഖം കൂടി ഭരിക്കാൻ കാരണം. അങ്ങനെ വേണ്ട ഒരു ഉഴവൂർ വിജയൻ എന്ന ആളുണ്ടായില്ലോ, സരസന അയാൾ ആപ്പിപ്പെടുത്തി എന്തോ കേസ് പുറത്താക്കുന്ന ഭീഷണിപ്പെടുത്തിയാണ് ഒറ്റ കാരണം അദ്ദേഹം ആയുസത്തെ മരിച്ച്. അങ്ങനെ ആയിരക്കണക്കിന് ആൾക്കാർ ലോകത്തുണ്ടെന്നേ ആയുസത്തെ മരിക്കുന്നത്. ബലാത്സംഗം ചെയ്തതിനെ ഞങ്ങളൊന്നും അത് ശിക്ഷിക്കാം, തൂക്കിക്കൊല്ലിൽ ബലാത്സംഗത്തിന് ഒരു പരിഹാരമാണ് അല്ലെന്നുള്ള ഞങ്ങളോട് ചർച്ച നടത്തിയത് പണ്ട്. അതൊന്നും പറയുന്നില്ല, പക്ഷെ ശിക്ഷ കൊടുക്കാം. പക്ഷെ അതൊക്കെ അപ് ടു ഡേറ്റ് ആയിരിക്കണം. ഇനിയെങ്കിലും നമ്മുടെ സർക്കാരും കോടതിയും സുപ്രീം കോടതിയും ഒരു നിയമം ഉണ്ടാക്കണം. മുൻകാല പ്രാബല്യം ഇതിന് ബാധകമല്ല. മുൻകാല പ്രാബല്യം ബാധകമുണ്ട്. ഇപ്പോഴും മുൻകാല പ്രാബല്യം ഇല്ല, ഇതിന് ഇല്ല. എങ്കിലും അത് വെച്ച് കോടതി കേസെടുക്കുന്നുണ്ട്. അങ്ങനെ ചെയ്ത ഇവിടെ അരാജകത്വം ഉണ്ടാവും. നമ്മുടെ പോലീസിന് പണി കൂടും. നമുക്ക് എത്ര പോലീസുണ്ട്, ക്രമസമാധാന നില ഓരോ ദിവസം തോറും അക്രമം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള പോലീസിൻ്റെ ഇടയിൽ ഈ പണി മുഴുവൻ അതുപോലെ ഇപ്പോൾ സിനിമ കേസ് വന്നു. എത്ര പോലീസിൻ്റെ വിലയേറിയ സമയമാണ് അതിനോട് ചെലവഴിക്കുന്നത്, അത് വൃത്തികെട്ട കേസിന് വേണ്ടി. കേൾക്കുന്നതാണ് ആകുന്നത്. നമ്മളെല്ലാ കുടുംബമാണ് ബാങ്ക് വെച്ചു നമ്മളൊക്കെ മക്കളൊക്കെ അറിയാമെന്നുള്ളവർ അതൊക്കെ പറഞ്ഞു നടക്കണോ? അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്ത് കോടതിയും പോലീസും നിയമവും എല്ലാം നോക്കേണ്ടത് മുൻകാല പ്രാബല്യം കൊടുക്കരുത്. അങ്ങനെ ഒരു ചെയ്താൽ അത് ആ ദിവസം പിറ്റേ ദിവസം നീ ബോധം പോയിട്ട് പോയാൽ ബോധം വരുന്നവരും കൊടുക്കണം. അങ്ങനെ കേസ് അറ്റൻഡ് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ അപകടം ഉണ്ടാവും. അപ്പോൾ അതൊരു മതം മാറി വന്ന് ഈ സമുദായത്തിൻ്റെ പേരും പറഞ്ഞ് വെറുതെ ബുദ്ധിമുട്ടിപ്പിക്കരുത്. അത് തന്നെയല്ല അവിടെ സിനിമ നടക്കി കരൺ ജോസ് എന്ന് പറയപ്പെടുന്ന മോഹൻരാജ് അദ്ദേഹം ഇന്ന് മരിച്ചു. അദ്ദേഹത്തെ ആത്മാവ് നിത്യശാന്തി എന്നുകൊണ്ട് തുടങ്ങാം. അതിൽ മനാഫിൻ്റെ കേസ് ലജ്ജ തലതായതുമാണ്. 1071-72 ദിവസം അശാന്ത പരിശ്രമം നടത്തി ആയിരങ്ങളോ പതിനായിരങ്ങളൊക്കെ ചിലവാക്കിയാണ് അദ്ദേഹം അതിൻ്റെ ഉണ്ടായി എന്ന് പറയുന്നു. അദ്ദേഹത്തെ കഴിവുകൊണ്ട് മാത്രമല്ല കിട്ടിയതെങ്കിലും ആ മനുഷ്യൻ്റെ പേരിൽ ഇപ്പോൾ കേസ് എടുത്തേക്കാണ്. ഇല്ലെങ്കിൽ കേസ് എടുത്തത് നമ്മുടെ പോലീസും കോടതിയൊക്കെ എന്താണ്? ഇനി ഇങ്ങനെ വന്നാൽ ആരെങ്കിലും ഇപ്പം എന്താണ് ഈ വണ്ടി അപകടത്തിൽ ആരും ഇടപെടാത്തത്? ഇടപെട്ട് അവന് തലകൂരി പോരാൻ പറ്റില്ല. അങ്ങനെ നിയമമായിരുന്നു. ഇപ്പം ഈ അടുത്ത കാലത്ത് നിയമം മാറി. അങ്ങനെ ഒരു രോഗിയെ കൊണ്ടുവന്നു എന്നതിൻ്റെ പേരിൽ അവരെ ശിക്ഷിക്കാൻ പാടില്ല, തെളിവ് വേണമെന്ന് കോടതി നിയമം ഉണ്ടാക്കി. അത് നല്ല കാര്യം. അതുപോലെ ഇങ്ങനെയൊക്കെ ചെയ്താൽ ഇനി ആരും സഹകരിക്കുമോ? അത് ചൂഷ് ചെയ്തവർക്കൊക്കെ ശക്തമായ താക്കീത് ശിക്ഷ കൊടുക്കണം. മനാഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ മനാഫ് ശിക്ഷയുടെ സംശയമൊന്നുമില്ല. പിന്നെ അദ്ദേഹം ഇപ്പോൾ പറയുന്നൊരു കാര്യമുണ്ട്, 75,000 ഞാൻ ശമ്പളം കൊടുക്കുന്നു, കൊടുത്ത രേഖയുണ്ട്. അപ്പോൾ 30 വയസ്സുള്ളൂ. ഇനി 30 വയസ്സ് കൂടി ആകുമ്പോൾ ഏതാണ്ട് 2,30,00,000 വരും. അപ്പോൾ അതിന് ഇൻട്രസ്റ്റ് ചേർന്ന് 4-5 ലക്ഷം കോടി വരും. അപ്പോൾ അതനുസരിച്ച് ഇൻഷുറൻസ് തുക കിട്ടിയാൽ ആ കുടുംബം നല്ലതാണെന്നൊക്കെ പുള്ളി ആത്മാർത്ഥമായിട്ട് ശ്രദ്ധിക്കുകയാണ്. നല്ല കാര്യം തന്നെയാണ്. അതുപോലും കണക്കിലെടുക്കാതെ വർഗീയ കോമരങ്ങൾ, മനുഷ്യമൃഗങ്ങൾ ആ വീട്ടുകാരെയും ആ വീട്ടിൽപ്പെട്ട വീട്ടുകാരെ ഉപദ്രവിക്കല്ലേ? അവിടെ നിന്ന് എല്ലാവരും പറയും പോലെ മനാഫും പറഞ്ഞവന് ദയവ് ചെയ്ത് ആ വീട്ടുകാരിൽപ്പെട്ട ഏതോ ഒരു വ്യക്തി അല്പം അശ്രദ്ധ കാണിച്ച് അതിൻ്റെ പേരിൽ ആ വീട്ടുകാരെ ഉദ്ധരിക്കരുത്. ആ വിഷയങ്ങളെല്ലാം ചർച്ച കൊണ്ട് അവസാനിപ്പിച്ചോളും. മനാഫിൻ്റെ പടി നോക്കി മനാഫ് പോവുക.
ഇത് കിട്ടാനുള്ള സംഖ്യ കിട്ടി അത് ഇൻഷുറൻസ് ഡിപ്പാർട്ട്മെൻറ്റ് കൊടുത്തോളും, കൂടുതൽ മനാഫ് ഇടപെടേണ്ട എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഇന്നലെ പറഞ്ഞ അതിനെക്കുറിച്ച്. ഒരു വീലിനെറ്റ് മുറുക്കാം, പരമാവധി മുറിക്കാൻ പിന്നെ മുറിക്കാതെ പൊട്ടിപ്പോവും, അത് മിസ്യൂസായി പോകും. അതുപോലെയാണ് ഇനി അങ്ങനെ ഇത്രയും പല്ലവി കേട്ടവർക്ക് നിങ്ങളുടെ സാമ്പത്തിക ശേഷി, നിങ്ങളുടെ കഴിവ് വെച്ചോക്കോ, നിങ്ങൾ ഇതൊന്നുമില്ല ജീവിക്കാൻ പറ്റുമെന്ന് ഞങ്ങൾ മനസ്സിലാക്കി. ഞങ്ങൾ നേരിട്ട് കണ്ടിട്ട് പോലുമില്ല. അവിടെ മനാഫോർട്ടിൽ ഒതുങ്ങുക, നിങ്ങൾ നിങ്ങളുടെ ഫീൽഡിൽ ശ്രദ്ധിക്കുക. ഇൻഷുറൻസ് തുകയ്ക്ക് എന്തെങ്കിലും ഓണർ എന്തെങ്കിലും നിങ്ങളുടെ ആവശ്യമായിട്ട് നിങ്ങൾ ആ കടലാസ് ഒപ്പിട്ട് കൊടുക്കുക. അതിൽ കൂടുതൽ ബാക്കി പല പല തെറ്റിദ്ധാരങ്ങൾ വരും. ഇയാളുടെ വീട്ടിലേക്ക് അലിവായിട്ട് വരട്ടെ അതൊക്കെ പറയിക്കില്ല, അതൊക്കെ അതിൽ പല പല അർത്ഥ സ്ഥലങ്ങളുണ്ട്. എന്താ പറയുക ആവശ്യമില്ലാതെ. എൻ്റെ ഒരു സുഹൃത്തുണ്ട്, ആ സുഹൃത്ത് താമസിക്കുക വീടിനടുത്തൊരു പൊട്ടൻ ചെറുക്കൻ കല്യാണം കഴിച്ചു. അതിന് പൊട്ടനാണ് ആ സുഹൃത്ത്. പിന്നെ ആ വീട്ടിൽ കടന്നിട്ടില്ല. എന്താ ആൾക്കാർ ആ പൊട്ടനോട് കല്യാണം കഴിപ്പിച്ച് പങ്കുവെറ്റാന്ന് പറയും. എന്തിനാവശ്യം കണക്കായത് കുഴപ്പമില്ലോ. അതുപോലെ ഇത് പറഞ്ഞ് ഞാൻ അതുപോലെയാണ് ഇതിൽ നിങ്ങൾ കൂടുതൽ ഇടപെടുക, നിങ്ങളുടെ ബിസിനസ് ശ്രദ്ധിക്കുക. ഇവിടെ മനുഷ്യൻ മനോഹരൻ, എത്രയോ നല്ല പദം മനസ്സിൽ തട്ടിപ്പുണ്ട് പറഞ്ഞു മാക്സിം കോറിക്കുന്നതാണ് മനാഫെ. മനുഷ്യൻ്റെ മനസ്സെല്ലാം അത്ര ശുദ്ധമൊന്നുമില്ല. അതുകൊണ്ട് ദയവുചെയ്ത് നിങ്ങൾ കൂടുതൽ ഇടപെടരുത് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. മറിച്ച് ആ കുടുംബത്തെ നിങ്ങൾ ഉദ്രവിക്കുകയും ചെയ്യരുത്. നമ്മുടെ സുഹൃത്ത്, നമ്മുടെ അനുജൻ മരിച്ചു, ദുഃഖമുണ്ട്, സങ്കടമുണ്ട്, പറഞ്ഞിട്ട് കാര്യമില്ല. അതിൽ ആ സ്ത്രീക്ക് ഒരു ജോലി കിട്ടി, പിന്നെ എന്തോ സർക്കാർ ലക്ഷം കൊടുക്കാമെന്ന് വെച്ച്. അപ്പോൾ ഇന്ന് ഒരു ഉത്തം പറഞ്ഞ് അങ്ങനെ ഞങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടൊന്നുമില്ല, അതുകൊണ്ട് 7 ലക്ഷം വേണ്ടെന്ന് പറയാൻ പാടില്ല എന്നൊക്കെ പറയുന്നത്. അതൊന്നും നമ്മൾ പറയുന്നില്ല, അതൊക്കെ വിട്ടുകളെ. ഓക്കെ. മറ്റൊന്ന്, നമ്മുടെ അൻവറിൻ്റെ രാഷ്ട്രീയ പാർട്ടി ഒരു സ്വതന്ത്ര ചിഹ്നത്തിൽ സ്വതന്ത്രനായി മത്സരിച്ചാൽ ആ പാർട്ടി MP or MLA വേറൊരു പാർട്ടിയിൽ ചേരുകയോ വേറെ പാർട്ടി രൂപീകരിക്കുകയോ ചെയ്താൽ ഓട്ടോമാറ്റിക്കായിട്ട് MLA സ്ഥാനം പോകുന്നു മാത്രമല്ല, ഏതാണ്ട് 6 വർഷത്തേക്ക് ഇലക്ഷനിൽ മത്സരിക്കാൻ പാടില്ല എന്നുകൂടി നിയമമുണ്ടെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതൊക്കെ അൻവർ നോക്കിയാണ് ചെയ്യുള്ളൂ. അപ്പോൾ വേണമെങ്കിൽ പറയാം പാർട്ടി രൂപീകരിച്ചിട്ട് പുള്ളി പേര് ഒഴിവാക്കി ബാക്കി ആരും പേര് വെച്ചിട്ട് പുള്ളി എല്ലാം കൈകാര്യം ചെയ്യുക. അങ്ങനെ കൈകാര്യം ചെയ്താൽ പണ്ട് സിനിമയിൽ പറയുന്നില്ലേ, പാവം അവ്വച്ചൻ എല്ലാ സ്വത്തും ഭാര്യയുടെ പേർക്ക് എഴുതി കൊടുത്ത് ഇയാൾ പറിച്ചിട്ട് എഴുതി. അവസാനം വീട്ടിൽ താമസമായപ്പോൾ അന്വേഷിക്കാൻ വന്ന വക്കീല് അത് കണ്ടുപിടിച്ചെന്ന് കഥ പറയുമ്പോലെ, അതങ്ങനെ ചെയ്താൽ തന്നെ നിരന്തരമായിട്ട് പാർട്ടിയിൽ ഷെയിൽ കാണുമ്പോൾ നിങ്ങളില്ലേ കാര്യമില്ല, അതൊക്കെ ആരെങ്കിലും അതിൻ്റെ ഫോട്ടോ കോപ്പി എടുത്തു കൊടുത്താൽ അതും അപകടമാണ്. അതുകൊണ്ട് നിയമവശങ്ങൾ അതിൻ്റേതായ സാഹചര്യവും അർത്ഥവും ആദർശവും മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാമെന്ന് അൻവരോട് സൂചിപ്പിക്കുക. പിന്നെ പിണറായി സഖാവിൻ്റെ ഇന്നലത്തെ ചിരി, അതൊരല്പം കടന്നുപോയി സഖാവ്. അതുപോലെ നമ്മുടെ CPM സെക്രട്ടറിയുടെ ചിരി, അതും കടന്നുപോയി. ഇത് തൂറിപ്പോൾ തീട്ടുകൊണ്ട് ആറാച്ചത് പറയും പോലെ ചിരിക്കാതെ ഗൗരവത്തിൽ നിന്ന് പിണറായി ചിരിച്ചപ്പോൾ അത് അഭംഗിയായി പോകുന്നതേ. ചിരി പലതരം ചിരി, പുഞ്ചിരിയുണ്ട്, വാത്സ്യച്ചിരിയുണ്ട്, കൊലച്ചിരിയുണ്ട്, ചതിച്ചിരിയുണ്ട്, പല ചിരി. ഇതൊന്നും പെടാത്ത ഒരു സൈസ് ചിരിയാണത്. അങ്ങ് മുഖ്യമന്ത്രിയല്ലേ, മുഖ്യമന്ത്രിയാകുമ്പോൾ പ്രോട്ടോകോൾക്ക് അനുസരിച്ച് ഇസഡ് കാറ്റഗറി ചെക്കിങ്ങുകൾ അനുസരിച്ച് നിങ്ങളുടെ മുറിയിലേക്ക് അപരിചിതൻ ഒരാൾ കയറി വന്നാൽ അത് ആരെന്ന് അന്വേഷിക്കാനുള്ള ബാധ്യത ഉത്തരവാദിത്വം ഇല്ലാതെ പെരുമാറിയത് ഞങ്ങൾക്ക് ക്ഷീണമാണ്. ഞങ്ങളുടെ മുഖ്യമന്ത്രിയാണ്. ഞങ്ങളുടെ മുഖ്യമന്ത്രിക്ക് ഒരു പോളിൽ നിൽക്കാൻ പാടില്ല ഞങ്ങളുടെ വിശ്വാസം, ഞങ്ങളുടെ താല്പര്യം. അങ്ങനെ ആരും വന്ന് വേറൊരുത്തർ നാളെ വന്ന് കയറി എന്തെങ്കിലും അപകടം കാണിച്ചാൽ ആര് സമാനം പറയും? എന്തെങ്കിലും സംഭവിച്ച ശേഷം മുന്നേ ആൾ തല്ലിക്കൊണ്ട് കാര്യമുണ്ടോ? അപ്പം അതുകൊണ്ട് മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്നില്ലെങ്കിൽ അത് നാടിനും രാജ്യത്തിനും പാർട്ടിക്ക് ക്ഷീണമാണ്. അങ്ങൊരു CPMൻ്റെ സെക്രട്ടറി അല്ല, കേരള മുഖ്യമന്ത്രിയാണ്. അത് 2ാമത് തവണ. പക്വതയും പ്രായമുള്ള ആൾ, കുറച്ചുകൂടി ശ്രദ്ധിക്കണ്ടേ. ഇപ്പം ഞാൻ ഒരു സംഭവം പറഞ്ഞ് നിങ്ങളെ തെറ്റിദ്ധരിക്കരുത്. അത് ആരും ചിന്തിക്കുകയോ പറയാത്ത കാര്യമാണ്. അങ്ങനെ ഒന്നും സംഭവിക്കില്ലേ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അതെന്താ സംഭവം എന്നറിയോ? ഇപ്പം മുഖ്യമന്ത്രി അറിയാതെ മുഖ്യമന്ത്രിയുടെ പേരിൽ ഒരു ഹിന്ദു പോലുള്ള പത്രത്തിൽ ഒരു വാർത്ത അതിനെക്കുറിച്ചാണ്. നാളെ ഇപ്പോൾ ബാബരി മസ്ജിദിനോടനുബന്ധിച്ച് ബോംബെയിൽ ശിവസേന നടത്തിയ ആക്രമണത്തിൽ വർഗീയതയിൽ 2000 പേര് മരിച്ച്
അതിനിപ്പോൾ മുസ്ലിം തീവ്രവാദി നടത്തിയാൽ അതേ ആൾക്കാർ മരിച്ച്, രണ്ടും തെറ്റ് തന്നെയാണ്. അതിന് ശിവസേനയുടെ സാമൻ എന്ന പത്രത്തിൽ ഏതോ ചാക്ക് തുന്നുന്ന ഗോഡൗണിൽ ബോംബെയിൽ 3 മറാഠികളെ വെട്ടിക്കൊന്നു, അവർ തന്നെ വെട്ടിക്കൊന്നു. എന്നിട്ട് വലിയ അക്ഷര ന്യൂസ് കൊടുത്ത് ഒരു ദിവസം ഒറ്റ ബോംബെ കത്തി 2000 പേര് മരിക്കരുത്. അതിന് മുമ്പായിട്ട് എന്ത് ചെയ്ത് കോർപ്പറേഷൻ തൊഴിലാളിയാന്ന് പറഞ്ഞിട്ട് അതൊരു ഡ്രസ്സ് ഇട്ടുണ്ട് മുസ്ലിം വീടുകളൊക്കെ, മുസ്ലിം വീട് അല്ലാത്തല്ലേ മുസ്ലിം വീടുകളൊക്കെ ഇൻഡു ചെയ്ത് പോയി. അപ്പോൾ ആക്രമിക്കുക എളുപ്പമുണ്ടല്ലോ. അതുപോലെ ഗോത്ര സംഭവത്തിൽ മുഖ്യമന്ത്രി ആയിരുന്ന മോഡിജി അദ്ദേഹം പറഞ്ഞ് പോലീസുകാരോട് പറഞ്ഞ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് അതിനെതിരെ പ്രതികരിക്കും, പ്രതിഷേധം കാണിക്കും, നിങ്ങൾ അനങ്ങണ്ട എന്ന് പറഞ്ഞു എന്നാണ് പറയും. അങ്ങനെയാണ് അവിടെ സംഭവം. ഇതുപോലെ നാളെ നമ്മുടെ കേരളത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു എന്ന് പറഞ്ഞ് ഇതുപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിപ്പെട്ട 3 സഖാക്കളെ മുസ്ലിം തീവ്രവാദികൾ, അല്ലെങ്കിൽ തീവ്രവാദികൾ ഇപ്പോൾ പറഞ്ഞാൽ മുസ്ലിം പര്യായമായിട്ടല്ലോ ഗതികൾ ആക്രമിച്ചു എന്നും അവിടെ ഒരു മാഷാ അല്ലാഹ് സ്റ്റിക്കറും കണ്ടാൽ 10 ന്യൂസ് വന്ന് വലിയ വെട്ടക്കൃഷി ന്യൂസ് വന്ന് എന്നാൽ 24 മണിക്കൂർ നെറ്റും കട്ട് ചെയ്ത്, നെറ്റ് കട്ട് ചെയ്തില്ലേ പിന്നെ ടി വിയിലോ അല്ലെങ്കിൽ വാട്സാപ്പിൽ കിട്ടുമല്ലോ, നെറ്റും കട്ട് ചെയ്താൽ എന്തായി കേരളത്തിൻ്റെ അവസ്ഥ? അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ, ചിന്തിക്കാതിരിക്കട്ടെ പറയാണ്. എന്നാലും നമ്മൾ എല്ലാ വർഷവും ചിന്തിക്കണമല്ലോ. അതാണ് മുഖ്യമന്ത്രിയെ പോലുള്ള ഒരു ഉന്നത കൂലൻ്റെ വാർത്തകൾ പത്രത്തിൽ ഒരുപോലെ ഒരുപടി അർത്ഥതലങ്ങളുണ്ട്, ഒരുപടി കാര്യങ്ങളുണ്ട്. അതിൽ ഒരു വ്യക്തിയല്ല, അത് KPCC അല്ലെങ്കിൽ CPM-ൻ്റെ സെക്രട്ടറി അല്ല, മുഖ്യമന്ത്രിയാണ്, രാജ്യത്തിൻ്റെ പരമാധികാരി എന്നുകൂടി പറയാം. അപ്പം അദ്ദേഹം അറിയാതെ വന്നു എന്നുള്ളതാണ്. അതും നാളെ അറിയാതെ പോലെ വന്നാലോ തിരിച്ചെടുക്കാൻ പറ്റുമോ? എന്താണ് മുഖ്യമന്ത്രി, എന്താണ് CPM, എന്താ ഇടതുപക്ഷം? നിങ്ങൾ സാധാരണ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നില്ലേ? കമ്മ്യൂണിസ്റ്റ് ഒന്നുകൊണ്ട് പ്രത്യേകിച്ച് ജാതിയോ മതമോ ഒന്നുമില്ലാതെ ജനങ്ങളും നീതിക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ലോകവ്യാപകമായിട്ട്. പലസ്തീൻ വിഷയത്തിൽ നിങ്ങൾ അതേക്കുറിച്ച് അനുകൂലം പറഞ്ഞത് ഇവിടെ കേരളത്തിൽ മുസ്ലിങ്ങളെ സഹായിക്കാനില്ല, അത് നിങ്ങളുടെ പോളിസിയാണ്. എന്താണ് പോളിസി? സാമ്രാജ്യ ശക്തികൾക്കെതിരെ നിസ്സഹായരവരെ അല്ലെങ്കിൽ അശക്തരെ രക്ഷിക്കുക, സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത്. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞു 7-ാം തീയതി അതിനെ ദിനമായിട്ട് ആചരിക്കുകയാണ്, അതൊക്കെ നല്ല കാര്യം. അത് CAയുടെ കാര്യം ഇപ്പോൾ നിങ്ങൾ എതിർത്തവനെ, അത് നല്ല കാര്യം. പക്ഷെ ഇതൊന്നും നേരിട്ട് മുസ്ലിങ്ങൾക്ക് ആനുകൂല്യമല്ല, അതാണ് ഞങ്ങൾ ഇന്നലെ പറഞ്ഞത്. എന്നിട്ട് ഇപ്പോഴും പറയുന്നത് മുസ്ലിങ്ങൾക്കെല്ലാം കൊടുത്തതിൻ്റെ പേരിലാണ് ഹിന്ദു വോട്ട് പോയതെന്നാണ്. അത് ശരിയാണോ ആ പറയുന്നതിൽ? ഇപ്പോൾ ഒരു കാര്യം ചെയ്യട്ടെ, ഇന്നലെ ഞാൻ തമാശകൾ പറഞ്ഞ് നമ്മുടെ KT ജലീലിൻ്റെ കാര്യം ഇപ്പോൾ അതേ കണ്ടില്ലേ, എന്തോ വലിയ സ്ഥാനം കൊടുക്കാൻ ഒരു പക്ഷേ മന്ത്രി സ്ഥാനം അടുത്ത വികസനത്തിൽ മന്ത്രി പദവിന് കൊടുക്കാൻ സാധ്യതയുണ്ട്. കാരണം ആവശ്യം വന്നാൽ, ആവശ്യമാണ് സൃഷ്ടിയുടെ മാതാവ്. എങ്ങനെയാണ് സിനിമ ഉണ്ടാകുന്നത്? സിനിമയ്ക്ക് ഒരു കഥാ തന്തുണ്ട്, ആ തന്തുവിനെ ഡെവലപ്പ് ചെയ്യാണ്, അതന്നെ എഴുത്തുകാരുടെ കഴിവ്. ആ കഥാ തന്തു കിട്ടിയെങ്കിൽ അത് ആവശ്യമാണ്. ഒരു ആവശ്യം വന്നപ്പോൾ തന്നെ സൃഷ്ടി നടക്കും. ആ സൃഷ്ടിയിൽ ഇപ്പോൾ ഒരു കാര്യം, വണ്ടി ഓടിച്ച് കണ്ണൂർ ഡീലക്സ് പണ്ട് കഥ വന്ന്, കണ്ണൂർ ഡീലക്സ് ട്രിവാൻഡ്രത്ത് കണ്ണൂർക്ക് പോകുന്നു, അതിൽ സൂട്ട് കേസ് കൊല്ലത്തിറങ്ങിയ ഒരു കള്ളം മാറിക്കൊണ്ടുവന്നു. അപ്പോൾ പരിഭ്രാന്തരായ യാത്രക്കാരുടെ അതുവേണ്ടി ആ കണ്ടക്ടറും ഡ്രൈവറും എന്ത് ചെയ്ത് ആ വണ്ടി തിരിച്ചു വിട്ട്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായി കേരളത്തിൽ. അതിന് ആ തന്തു ഡെവലപ്പ് ചെയ്താണ് പിന്നെ ഷീലയും നസീറിനെയൊക്കെ വെച്ചിട്ട് വലിയ സിനിമ കണ്ണൂർ ഡീലക്സ് സിനിമ ഇറങ്ങിയത്. അപ്പോൾ കഥാതന്തു ഉണ്ടാകുമ്പോൾ അത് ആവശ്യമായിരുന്നു. അതാണ് ആവശ്യമാണ് സൃഷ്ടിയുടെ മാതാവ്. അങ്ങനെ വരുമ്പോൾ അത് ഡെവലപ്പ് ചെയ്തെടുക്കും. അതുപോലെ CPM-ഉം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയൊക്കെ അതിൻ്റേതായ വില കൊടുക്കണം. അതല്ലെങ്കിൽ ആപത്താണ്. ഇപ്പോൾ ഒരു അദ്ദേഹം പിന്നെ പറഞ്ഞില്ല, നമ്മുടെ KT ജലീൽ ഇന്നലെ മനാഫിനോട് കാണിച്ചൊന്നും അതൊരു അന്തസ്സല്ല, അത് ഇന്നലെ പറഞ്ഞ കാര്യമാണ് പറഞ്ഞില്ല. അപ്പോൾ അവർക്കിത് എന്തോ പുതിയ വികസനം വരുമ്പോൾ അല്ലെങ്കിൽ പുതിയ മാറ്റം വരുമ്പോഴും അത് മന്ത്രിസ്ഥാനം വീണ്ടും കൊടുത്തേക്കും. ആവശ്യമാണ് സൃഷ്ടി മാതാവ് എന്ന് പറഞ്ഞാൽ അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പോൾ ആവശ്യമാണ് മുസ്ലിം ഒരു ലീഡർ. അൻവർ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്താലും വോട്ട് മാറിപ്പോയി. ഇപ്പം നാളെ UDF-നോട് പറയാനുള്ള ഒരു നിർദ്ദേശം, CP തെന്നി നിൽക്കുകയാണ്. CPക്ക് LDF കൊടുത്ത് ഒരു മെച്ചമില്ല, ഒരു വളർച്ചയില്ല, നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ വളർത്തില്ല, വലിയ പാർട്ടി വളർത്തില്ല. പക്ഷേ കോൺഗ്രസ്സാണ് UDF-ൻ്റെ പ്രധാന കക്ഷിയിൽ, അവർക്ക് അങ്ങനെ ഒതുക്കാനുള്ള കപ്പാസിറ്റി അവരുടെ രീതി അതല്ല. ആ CPക്ക്
വേണി UDF ഇങ്ങനെ ചെയ്യാൻ പാടില്ലേ? എങ്ങനെയാണ്? വയനാട് ബൈ ഇലക്ഷൻ വരാണ്, അതിൽ പ്രിയങ്ക ഗാന്ധിയാണ് UDF സ്ഥാനാർത്ഥി. അവർ ജയിക്കുകയും ചെയ്യും. അതല്പം ഒന്ന് കണ്ണടിച്ചാൽ വയനാട് CPIക്ക് സീറ്റ് കൊടുക്കാനില്ല, പാർലമെൻറ്റിൽ ഇല്ലാന്നൊരു പരാതിയുണ്ട്. CPIക്ക് ഒരു സീറ്റ് കൊടുത്ത് വയനാട്ടിൽ UDF എടുത്ത് നിർത്തുകയാണെങ്കിൽ ഒരു പിടിക്ക് പല പക്ഷിയാവൂലേ? അങ്ങനെ CPI കയ്യിലെടുക്കാൻ പാടില്ല. നിങ്ങൾക്ക് അങ്ങനെ എന്തുകൊണ്ട് ചിന്തിച്ചുകൂടാ? അവിടെ കിടന്ന് ഞാൻ ഞെരിവിരി നിങ്ങൾ ശക്തമായി സപ്പോർട്ട് ചെയ്താലേ CPIക്ക് ഇറങ്ങി വരാൻ പറ്റുള്ളൂ. നിങ്ങൾ കാലുവാരി കഴിഞ്ഞാൽ അവിടെ 2ാം സ്ഥാനം മുസ്ലിം ലീഗാണ്. ഇപ്പോൾ CPI വരുമ്പോൾ 2ാം സ്ഥാനം പോകും, കിട്ടും. അങ്ങനെ കളിക്കാതെ യുക്തമായിട്ട് മാനസികമായിട്ട് തയ്യാറെടുത്ത് കിടക്കണം. നിങ്ങൾ ധൈര്യമായിട്ട് KPC പ്രസിഡന്റ് മറ്റ് നേതാക്കളുടെ അനുവാദത്തോടും ആശീർവാദത്തോടു കൂടി ക്ഷണിക്കണം. വയനാട് ഇലക്ഷൻ വരാണ്, നിങ്ങൾ CPIക്ക് സീറ്റ് ഞങ്ങൾ തരാം, ഞങ്ങളത് വിട്ടുവെച്ച് ചെയ്യാണ്, ഞങ്ങൾക്കൊരു ക്ഷീണമുണ്ട്. എങ്കിലും പ്രിയങ്ക ഗാന്ധി സംബന്ധിച്ച് ഇന്ത്യയിൽ ഏത് UPയിലോ അല്ലെങ്കിൽ ആന്ധ്രയിലോ കർണാടകയിലോ തമിഴ്നാട് എവിടെ നിന്നാൽ ജയിക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പം ഒരു വെടിക്ക് 10 പക്ഷിയാവില്ലേ? അങ്ങനെയൊക്കെ പ്രാക്ടീസ് ചിന്തിക്കാത്തതാണ് കോൺഗ്രസ്. അവിടെയല്ല പൊതുവെ അങ്ങനെ ചെയ്ത് അവരവിടുന്ന് കൊണ്ടുവരണ്ടേ? എന്നിട്ടിപ്പോൾ അൻവർ ഇറങ്ങി വന്ന് അൻവറിനും കൂടി കൂടെ നിർത്തണം. കൂടെ നിർത്തിയിട്ട് UDF അടുത്ത പ്രാവശ്യം UDF ജയിച്ചില്ലെങ്കിൽ എന്താണ് നടക്കാൻ പോകുന്നത്? മുസ്ലിം ലീഗിന് കോൺഗ്രസ് ചിന്തിക്കാൻ പറ്റുമോ? അപ്പോൾ ഒരു കാരണവശാലും അല്ലെങ്കിൽ ഏത് രീതിയിലും അടുത്ത പ്രാവശ്യം കേരളത്തിൽ UDFന് വരരുതെന്നാണ് ഇവിടെ BJP തീരുമാനിക്കുന്നത്. ഒരു പ്രാവശ്യം കൂടി LDFനെ കയറ്റാം. അപ്പോൾ അതോടുകൂടി UDF തകർന്നു പോകും. പിന്നെ ഈ 3ാമത് പ്രാവശ്യം LDF കയറി അതുകൊണ്ട് ആ ഒറ്റ കാരണം കൊണ്ട് തന്നെ, ഇപ്പോൾ പൊക്കമില്ലായ്മ എൻ്റെ പൊക്കം എന്ന് പറയുമ്പോൾ ആ ഒറ്റ കാരണം കൊണ്ട് തന്നെ കമ്മ്യൂണിസ്റ്റ് പശ്ചിമ ബംഗാൾ പോലെ തന്നെ പോയിക്കോളും. പിന്നെ വരുന്നത് BJP ആണ്. ഇതൊക്കെയാണ് കണക്കൂടൽ. അവർ ആസൂത്രിതമാണ്, അവർ കുറ്റം. ഞാനൊരു കുറ്റം പറയില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, കക്കം പോയാലും വിജയിക്കും, തെറ്റു ശരി വരെ. അപ്പോൾ നമ്മൾ പാർട്ടിയായിട്ട് നിൽക്കുമ്പോൾ പാർട്ടി അധികാരത്ത് വരാൻ നോക്കും. അതിനുവേണ്ടി എന്ത് നയവും തന്ത്രവും ഉപയോഗിക്കാം. അതൊന്നും തെറ്റാണെന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല. അത് രാഷ്ട്രീയമാണ്. BJP അവരോട് എടുക്കും, കോൺഗ്രസ് അങ്ങ് ചിന്തിച്ചൂടെ? അത് ഇനിയും നിങ്ങൾ പിന്നെ ഒഴുക്കത്ത് കുത്തിയ കഴുക്കോല് പോലെ ഒരു ബുദ്ധിപൂർവ്വം ചിന്തിക്കാതെ എങ്ങനെയെങ്കിലും കടന്നു കൂടാൻ വേണ്ടി ശ്രമിക്കുകയാണോ? ഇപ്പോൾ പാലക്കാട് ഇലക്ഷൻ വരാണ്, ബൈ ഇലക്ഷൻ. കോൺഗ്രസ്സുകാർ എങ്ങനെയാണെന്ന് അറിയുമോ? മറ്റ് മണ്ഡലത്തിൽ വരുന്നുണ്ട്, അവിടെയും വളരെ ബുദ്ധിപൂർവ്വം ചിന്തിക്കണ്ടേ? ചെയ്തെല്ലാം മണ്ഡലത്തിലായി കഴിഞ്ഞാലോ? ഇപ്പോൾ ആം ആദ്മി പാർട്ടി കൊണ്ടുവരുന്നത് അവരിപ്പോൾ തെറ്റിദ്ധാരണ. ആം ആദ്മി പാർട്ടിയുടെ രാഷ്ട്രീയ വ്യതിയാനത്തിൻ്റെ ഒരു ഫലമാണ് കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ 10-27 വയസ്സുള്ള ഒരു മുസ്ലിം ഡോക്ടർ 18 വയസ്സുള്ള ചിലപ്പോൾ 2 പിള്ളേർ വന്നിട്ട് ചികിത്സ വേണ്ടി വന്ന് വെടിവെച്ച് കൊന്നിട്ടുണ്ട്. ഇനി കൊന്നിട്ട് ഇനി എന്ത് ചെയ്തിട്ടെന്നറിയില്ല. അതിൻ്റെയൊക്കെ ഒരു സൈഡ് എഫക്റ്റ് പാർശ്വഫലം എന്ന് പറഞ്ഞല്ലോ. പക്ഷേ ആം ആദ്മിക്ക് ഇപ്പോൾ പഴയതുപോലെ അവർക്കും ഹിന്ദു കാർഡ് കളിക്കണം, വർഗീയ കാർഡ് കളിക്കണം. ഹിന്ദു കാർഡ് കളിക്കാൻ ഇപ്പോൾ കേരളത്തിൽ ഹിന്ദു കാർഡ് കളിക്കുന്നതും വർഗീയ കാർഡ് കളിക്കുന്ന വ്യത്യാസമുണ്ട്. ഇപ്പോൾ CPM ഹിന്ദു കാർഡ് കളിക്കുന്നു, അത് EMS കളിച്ചിട്ട് അത് വർഗീയ കാർഡല്ല, ആ ഹിന്ദു വിഭാഗത്തിൽ വർഗീയ കാർഡ് പറയും, ഹിന്ദു കാർഡ് പറയും. അപ്പോൾ അത് അവരുടെ പോളിസി മാറ്റത്തിലേക്ക് ഇലക്ഷൻ വന്നേക്കുമെന്ന് ആരും പറഞ്ഞാൽ കുറ്റപ്പെടുത്താൻ പറ്റുമോ? കുറ്റപ്പെടുത്താൻ പറ്റില്ല. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ വരാനുള്ള സാധ്യത ഉണ്ടെന്ന് സ്പെഷ്യൽ ബ്രാഞ്ചൊക്കെ മനസ്സിലാക്കിയിട്ട് കരുക്കൾ നീക്കി മുന്നോട്ട് പോയില്ലെങ്കിൽ നിരപരാധികളായ പലവരും ജീവനും പോകും. ഒരു റൈറ്റ്സ് ഒരു വർഗീയ ലേലം ഉണ്ടായാൽ ആർക്കെന്ത് പറ്റുമറിയോ? ഞാൻ ചെറിയ ഉദാഹരണം നിർത്തിയേക്കാം. ഒന്ന്, പുൽപ്പള്ളി വെടിവെപ്പുണ്ടായി, അവിടെ വർഗീസ് വെടിയേറ്റ് വെച്ചു. വർഗീസ് അതിൽ ഒരു കക്ഷിയില്ല, ആൾക്കൂട്ടം കണ്ടപ്പോഴേ എന്താണെന്നറിയാൻ വേണ്ടി അങ്ങോട്ട് ചെന്നാണ് പാവമായിൽ വെടിയേറ്റ് വെച്ചു. തെറ്റിയവരൊക്കെ കുറ്റം ചെയ്തവരൊക്കെ തന്ത്രമായിട്ട് രക്ഷപ്പെടുകയും ചെയ്തു. അപ്പോൾ അതുകൊണ്ട് ഒരു വഴക്കുണ്ടാകുമ്പോൾ നമ്മളൊക്കെ റോഡ് നടക്കുന്നല്ലേ, ആർക്ക് എങ്ങനെ സംഭവിക്കും, എങ്ങനെ അറിയാൻ പറ്റും? എന്ത് സംഭവിക്കാൻ പാടില്ലേ? അതുകൊണ്ട് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കാതെ ജീവൻ പോയാൽ പകരം തിരിച്ചുവിടില്ല, ബാക്കി എന്തോ തിരിച്ചുണ്ടാക്കാം. ഇപ്പം ഞങ്ങളുടെ ആൻറ്റി സൂയിസൈഡ് ഓർഗനൈസേഷൻ ചെറിയ സംഘടനയാണ്. ഞങ്ങൾ പറഞ്ഞ ഒരു മുദ്രാവാക്യമുണ്ട്, ജീവൻ ഒഴിച്ച് ബാക്കി എന്തിനും ഭൂമിയിൽ പരിഹാരം കാണാം. ഞങ്ങൾ പലതും കണ്ടിട്ടുമുണ്ട്. അതുപോലെ ജീവൻ പോയി പരിഹാരം കാണാൻ പറ്റില്ല തൽക്കാലം, അത് വഴി കണ്ടിട്ടില്ല ഇന്ന് വരെ. അവിടെ ദയവ് ചെയ്ത് ഇങ്ങളുടെ കാര്യത്തേക്ക് ഇടപെടാതെ പോലീസാണെങ്കിലും മറ്റ് രാഷ്ട്രീയ നേതാക്കളാണെങ്കിലും പിന്നെ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താണ്. നിങ്ങൾക്ക് ഒരായി നന്ദി. ജയ് ഹിന്ദ്.